السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, തലപ്പെരുമണ്ണ മുഈനുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ ഇഷ്കെ മദീന നബിദിന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നസീഹത്തു സ്വബാഹിലെ 9ാം സുദിനത്തിലാണ് ഇന്ന് നാം ഉള്ളത്. മുസ്ലിങ്ങളായ നാം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്ലാമിൽ ഓരോ വിധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഒന്നുകിൽ നാം ചെയ്യുന്ന പ്രവർത്തനം വാജിബായിരിക്കാം, അതല്ലെങ്കിൽ സുന്നത്തായിരിക്കാം, അതല്ലെങ്കിൽ ഹലാല് ജായിസായിരിക്കാം, അതല്ലെങ്കിൽ കറാഹത്തായിരിക്കാം, അല്ലെങ്കിൽ ഹറാമായിരിക്കാം. ഹറാമുകളെയും കറാഹത്തുകളെയും സൂക്ഷിച്ചുകൊണ്ട് അതിൽ വീഴാതെ ജീവിക്കുക എന്നതാണ് ഒരു മുസൽമാന്റെ കടമ. കറാഹത്ത് ചെയ്താൽ കുറ്റമില്ലാത്തതും ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതുമാണല്ലോ എന്ന ധാരണയിൽ കറാഹത്തിനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന നിരവധി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാമിന്റെ കുറ്റമുണ്ട് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങളെയാണ് കറാഹത്തായി പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുക. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ നാം ചെയ്തു വരുന്ന ചില കറാഹത്തുകളെ കുറിച്ചാണ്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായി, മൂത്രമൊഴിക്കാനോ മലവിസർജനത്തിന് തോന്നിക്കൊണ്ടോ നിസ്കരിക്കൽ കറാഹത്താണ്. അത്തരം സാഹചര്യത്തിൽ മൂത്രിച്ചുകൊണ്ട് മലവിസർജനം നടത്തിക്കൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കിയതിന് ശേഷമാണ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. അതുപോലെ വിശപ്പോ ദാഹമോ ഉണ്ട്, തൻ്റെ മുന്നിൽ ദാഹം തീർക്കാനുള്ള വെള്ളമോ വിശപ്പകറ്റാനുള്ള ഭക്ഷണമോ മുന്നിൽ ഉണ്ട് താനും, ആ രീതിയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. അത്തരം സാഹചര്യത്തിൽ ആ വെള്ളം കുടിച്ച് ദാഹം തീർത്തതിന് ശേഷം, അതല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റിയതിന് ശേഷം മനസ്സിനെ സ്വതന്ത്രമാക്കിയതിന് ശേഷമാണ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. അതുപോലെ ഉറക്കം വന്നുകൊണ്ട് നിസ്കരിക്കലും കറാഹത്താണ്. ഉറക്കം വന്നു കഴിഞ്ഞാൽ അല്പസമയമെങ്കിലും ഉറങ്ങി ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റിയതിന് ശേഷമാണ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. അതുപോലെ കാരണം കൂടാതെ നിസ്കാരത്തിൽ ചാരി ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. എന്നാൽ ചാരി ഇരുന്നു കൊണ്ട് മാത്രമേ അവൻ നിസ്കരിക്കാൻ സാധിക്കൂ എങ്കിൽ ചാരി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ചാരി നിന്നുകൊണ്ട് നിസ്കരിക്കൽ അവന് നിർബന്ധമായിരിക്കും. അതുപോലെ ഒരു കാൽ ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. 2 കാലിൽ ഒന്ന് മുന്നിലും മറ്റേത് പിന്നിലുമായി നിസ്കരിക്കലും കറാഹത്താണ്. 2 കാലും സമമായി വെക്കലാണ് സുന്നത്ത്. ഒരു കാലിൻ്റെ മടമ്പ് മുന്നിലും മറ്റേ കാലിൻ്റെ മടമ്പ് പിന്നിലും വെച്ചുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അതുപോലെ കാലുകൾ ഒരു ചാൺ അകറ്റി വെക്കലാണ് സുന്നത്ത്. 2 കാൽ ചേർത്ത് വെച്ച് നിസ്കരിക്കലും കറാഹത്താണ്. അതുപോലെ നായ ഇരുത്തം ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ അത്തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തത്തിലോ ഒരിക്കലും നായ ഇരുത്തം ഇരിക്കരുത്. അഥവാ 2 ചന്തികളിൽ ഇരുന്ന് 2 കൈകൾ നിലത്ത് വെച്ച് മുട്ടുംകാലും തണ്ടംകാലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇരുത്തം, അതിനാണ് നായ ഇരുത്തം എന്ന് പറയുന്നത്. ആ ഇരുത്തം ഇരിക്കലും കറാഹത്താണ്. അതുപോലെ 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും 3ാമത്തെ റക്അത്തിൽ നിന്ന് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും
ഒരു ചെറിയ ഇരുത്തം ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കൽ സുന്നത്തുണ്ട്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, വിശ്രമത്തിന്റെ ഇരുത്തം എന്ന് പറയും. ആ ഇരുത്തത്തെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിനേക്കാൾ ദീർഘിപ്പിക്കൽ കറാഹത്താണ്. ചെറിയ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത്. അതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിനും കഴിയില്ലെങ്കിൽ അയാൾ മലർന്നു കിടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കേണ്ടത് വലതു ഭാഗത്തിന്മേൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. വലതു ഭാഗത്തിന്മേൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാൻ സാധിച്ചിരിക്കെ ഇടതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. അതുപോലെ ഊരക്ക് കൈ കൊടുത്ത് നിസ്കരിക്കലും കറാഹത്താണ്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദ് ഓതൽ സുന്നത്തുണ്ട്. ആ അഊദ് ഒഴിവാക്കലും കറാഹത്താണ്. അതുപോലെ 1ഉം 2ഉം റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചെറിയ ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ, എന്നാൽ ആ സൂറത്ത് ഒഴിവാക്കലും കറാഹത്താണ്. അതുപോലെ വഴിവക്കിലുള്ള പള്ളികളിലാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിലുള്ള സൂറത്തുകൾ, വല്ലുഹയുടെ മുകളിലുള്ള സൂറത്തുകൾ ഓതൽ ഇമാമിന് കറാഹത്താണ്. അതുപോലെ ഉറക്കെയാക്കേണ്ട നിസ്കാരങ്ങളിൽ പതുക്കെയാക്കലും പതുക്കെയാക്കേണ്ട നിസ്കാരങ്ങളിൽ ഉറക്കെയാക്കലും കറാഹത്താണ്. ഉദാഹരണമായി മഗ്രിബ്, ഇശാ, സുബ്ഹി നിസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തും ഓതൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തുകളിൽ ഫാത്തിഹയും സൂറത്തും ഓതൽ ഉറക്കെയാക്കൽ ഇമാമിന് സുന്നത്താണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അത് പതുക്കെയാക്കൽ കറാഹത്താണ്. അതുപോലെ ഏത് നിസ്കാരത്തിലാണെങ്കിലും റുക്കൂഇലോ ഇഅ്തിദാലിലോ സുജൂദിലോ ഇടയിലോ ഇരുത്തത്തിലോ ഉള്ള ദിക്റുകളും അത്തഹിയാത്തുമൊക്കെ പതുക്കെയാക്കലാണ് സുന്നത്ത്. അത് ഉറക്കെയാക്കൽ കറാഹത്താണ്. ഇതുപോലെ നിസ്കാരത്തിൽ ധാരാളം കറാഹത്തുകളെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യങ്ങളെ പാലിച്ച് പരമാവധി സുന്നത്തുകൾ അധികരിപ്പിച്ച് നിസ്കരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ചോദ്യം: 2 കാലുകൾ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള ഇരുത്തത്തിന് പറയുന്ന പേരെന്താണ്?